സമാധാന കരാർ ഒക്കെ ഒപ്പിട്ട് എല്ലാവരും സമാധാനത്തിലേക്ക് നീങ്ങുമ്പോൾ പുതിയ മുന്നറിയിപ്പുമായി ഇപ്പോൾ ഇറാൻ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ പറയുന്നത് തങ്ങൾ പ്രഖ്യാപിച്ച റൂട്ടുകളിലൂടെ മാത്രമാണ് കപ്പലുകൾ സഞ്ചരിക്കേണ്ടത്, മറ്റു റൂട്ടുകൾ തങ്ങൾ അംഗീകരിക്കില്ല. ഈ യുദ്ധത്തിന്റെ ഈ സമാധാന കരാറിന്റെ ഒക്കെ പ്രഖ്യാപനത്തിനുമില്ല, അതിന്റെ ചർച്ചകൾക്കൊക്കെ ശേഷം പുതിയ റൂട്ട് പ്രഖ്യാപിച്ചിരുന്നു ട്രംപ്. അത് തങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. തങ്ങൾ പറയുന്ന റൂട്ടിലൂടെ മാത്രമേ കപ്പലുകൾക്ക് നീങ്ങാൻ കഴിയൂ. അങ്ങനെ നീങ്ങാത്ത കപ്പലുകൾക്ക് നേരെ കടുത്ത നടപടികൾ ഉണ്ടാകും എന്നൊരു മുന്നറിയിപ്പാണ് ഇത്. ഏതായാലും ഹോർമൂസിൽ കൂടുതൽ പിടി ഇറാൻ മുറുക്കുന്നു എന്നുള്ളതിന്റെ ഒരു സൂചനയായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും. ഒപ്പം തന്നെ ഭാവിയിൽ എന്നല്ല, അധികം വൈകാതെ തന്നെ അവിടെയൊക്കെ ടോളുകളും മറ്റും പുതിയ രൂപത്തിൽ എത്തിക്കാൻ ശ്രമവും ഇറാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനായി ഇറാൻ പറയുന്നത് ഇവിടെ വരുന്ന കപ്പലുകളെല്ലാം തന്നെ ഇറാന്റെ ഇൻഷുറൻസ് എടുക്കേണ്ടതായിട്ടുണ്ട്, ഒപ്പം തന്നെ സുരക്ഷാ ചെലവുകളും നിങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. ഏതായാലും ഈ ഹോർമുസ് വഴിയുള്ള ഗതാഗതം ഇപ്പോൾ താൽക്കാലികമായി തുറന്നിട്ടുണ്ട് എങ്കിൽ തന്നെയും അത് എത്ര നാൾ സുഖകരമായി അതുവഴി കടന്നു പോകാൻ കപ്പലുകൾക്ക് കഴിയുമെന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായി മാറിയിരിക്കുന്നു. അതായത് ഇറാന്റെ ഭരണകൂടം പറയുന്ന റൂട്ടുകളിലൂടെ അല്ലാതെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയില്ല എന്ന് ഇറാൻ പറയുമ്പോൾ ഇത് അമേരിക്ക അടക്കമുള്ള സഖ്യകക്ഷികളിൽ എങ്ങനെ കാണുമെന്നുള്ളതും ഒരു വലിയ പ്രശ്നമായി തന്നെ നിലനിൽക്കുന്നു. ഏതായാലും ഈ സമാധാന കരാറിന്റെ ആയുസ് ഇനി എത്ര നാൾ എന്നൊരു ചോദ്യം ഇപ്പോൾ തന്നെ ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്.